ഹലോ. ഒരുപാട് ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന കഴിയുമ്പം ആ ഒരു പ്ലാന്റ്, പ്രത്യേകിച്ച് നമ്മുടെ റോസ് പ്ലാന്റ് നശിച്ചു പോകുന്നു. അപ്പോൾ അതെങ്ങനെ പോട്ട് ചെയ്യണമെന്ന്. അപ്പം നമ്മൾ ഏതൊരു വെറൈറ്റി റോസ് ആയാലും നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുമ്പം ആ ഒരു രീതിയിൽ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്ലാന്റ് നശിച്ചു പോകത്തുമില്ല. പെട്ടെന്ന് ഫ്ലവേഴ്സും കാര്യങ്ങളും പോകാതെ തന്നെ, അതായത് നമ്മൾ നഴ്സറിയിൽ നിന്ന് ഫ്ലവേഴ്സോടുകൂടിയായിരിക്കും വരുന്നത്. ആ ഫ്ലവേഴ്സൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകാനും അതുപോലെ പ്ലാന്റിനകത്ത് പുതിയ തളിർപ്പ് വരാനും ഗ്രോത്ത് ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്ന ഒരു പോട്ട് മിക്സ് ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ നഴ്സറിയിൽ നിന്ന് ഒരു പ്ലാന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് റോസ് പ്ലാന്റ് കേട്ടോ, ഈ രീതിയിലൊന്ന് പോട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ ഹെൽത്തി ആയിട്ട് വരും. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് നല്ല നല്ല വളം, അതായത് ഓർഗാനിക് ആയിട്ടുള്ള വളവും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ പ്ലാന്റ് മണ്ണ് കട്ടിയാകാതെ, അതായത് ആ ഒരു പോട്ട് മിക്സ് കട്ടിയാവാതെ ഒരു 2 ആഴ്ച കൂടുമ്പോൾ അത് നല്ലതുപോലെ കുത്തി ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ റൂട്ടിന് നല്ല വേരോട്ടം കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ പ്ലാന്റ് പെട്ടെന്ന് പുതിയ തളിർപ്പ് വരാനും ഒക്കെ സഹായിക്കും. പുതിയ കുഞ്ഞു കുഞ്ഞു തൈകൾ വരാനും ഒക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ അത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. അതിനു മുമ്പേ നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ കോംബോ സെയിൽ കഴിഞ്ഞിട്ടില്ല. പുതിയ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് എത്തിയിട്ടുണ്ട്. പുതിയ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ദാണ്ട് ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അടിച്ചിരുന്നാൽ മതി. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം. നമുക്ക് കോംബോ ഓഫറായിട്ടാണ് നടക്കുന്നത്. 10 കളറിൻ്റെയും 15 കളറിൻ്റെയും കോംബോയാണ് നടക്കുന്നത് കേട്ടോ. 10 കളറിന് 1100 രൂപയും 15 കളറിന് 1650 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഓൾ ഇന്ത്യ നമുക്ക് ഷിപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. DTDC ആണ് നമുക്ക് കൊറിയർ സർവീസായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ല സ്പീഡായിട്ട് കിട്ടുകയും ചെയ്യും. നല്ല ഹെൽത്തി ആയിട്ടും പ്ലാന്റ് കിട്ടും. അങ്ങനെ ഒരു ടെൻഷനും വേണ്ട. പ്ലാന്റ്സിൻ്റെ ഡാമേജും കാര്യങ്ങളും ഒന്നും വരുത്തില്ല. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ റോസ് ഒന്ന് പോട്ട് ചെയ്താലോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് മണ്ണ്, ചകിരിച്ചോറ്, കമ്പോസ്റ്റുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് ദാണ്ട് ഈ ഒരു പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കടലപ്പിണ്ണാക്ക് പൊടിച്ച പൗഡറാണ്. പൊടിച്ച് എടുക്കാൻ നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ ഇതിൻ്റെ പൗഡർ വാങ്ങാൻ കിട്ടും. അതിനകത്തോട്ട് കുറച്ച് ഫംഗിസൈഡ് സാഫാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇച്ചിരി വലിയൊരു പോട്ടിനകത്ത് വേണം നമ്മൾ ഈ ഒരു പ്ലാന്റ് പോട്ട് ചെയ്യാൻ. അടിഭാഗത്ത് കുറച്ച് ഒന്ന് വെള്ളമൊക്കെ ഡ്രെയിനായി പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഓടിൻ്റെ പീസോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പോട്ട് മിക്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പ്ലാന്റ്സ് ദാണ്ട് ഇതുപോലെ നമുക്ക് പോട്ട് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം. മീൻസ് നമ്മുടെ റോസ് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ രീതിയിൽ നിങ്ങൾ പോട്ട് ചെയ്യണം കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾ ഒരു വളം കൊടുക്കണം. കടലപ്പിണ്ണാക്ക് മസ്റ്റായിട്ടും കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫ്ലവേഴ്സും പുതിയ പുതിയ പൂമുട്ട് വരാനും ഒക്കെ സഹായിക്കും. ട്രൈ ചെയ്യാൻ മറക്കല്ലേ.